ഇന്നപ്പോൾ ഊണ് കഴിക്കാനുള്ള പരിപാടിയിലാണ്. ഇപ്പോൾ രാത്രി ആയിട്ടുണ്ട്. ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ടില്ല. രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഉച്ചയ്ക്കൊന്ന് കിടന്നുറങ്ങി. ഏകദേശം ഒരു 5, 6 മണിയായി എഴുന്നേൽക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ കിച്ചണിൽ കയറിയേക്കാണ്. അപ്പോൾ നല്ല അടിപൊളി മീൻ കിട്ടിയിട്ടുണ്ട്. ശരിയാണ്. അപ്പം നല്ല മസാല ഒക്കെ ഉണ്ടാക്കിയിട്ട് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയൊക്കെ കൂട്ടിയിട്ട് പിന്നെ കുറച്ച് ലെമണൊക്കെ ഒഴിച്ചിട്ടുണ്ട്. നല്ലപോലെ മസാല ഉണ്ടാക്കിയിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിലേക്ക് വെക്കാണ്. മസാലയൊക്കെ നല്ലപോലെ പിടിക്കാനായിട്ട്. മീൻ ഒരുപാട് നേരം ഫ്രിഡ്ജിൽ വെക്കണില്ല. നല്ല വിശപ്പുണ്ട്. ഇപ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല സ്മെല്ല് ഉണ്ടാകാൻ വേണ്ടിയിട്ട്. പിന്നെ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് നേരം പതുക്കെ തീയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കണം. പിന്നെ ഒന്ന് കടയിൽ പോയപ്പോൾ മത്തങ്ങ വാങ്ങിയിട്ടുണ്ട്. മത്തങ്ങയും പയറും എരിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ആദ്യം മത്തങ്ങ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് പച്ചമുളകും പിന്നെ മുളകും പൊടി, മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ചേർത്തിട്ട് മത്തങ്ങ വേവിച്ചെടുക്കുകയാണ്. പിന്നെ ചെറുപയർ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇന്നൊരു വെറൈറ്റി തരം എരിശ്ശേരിയാണ്. ചെറുപയറാണ്. ഉണക്കപ്പയർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ചെറുപയർ ഇട്ടിട്ട് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എന്തായിട്ടുണ്ടോ എന്നറിയില്ല. അതെനിക്ക് കഴിച്ചു നോക്കിയിട്ട് പറയാം. പിന്നെ ഇതാ മീൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ടൈം എടുത്തിട്ടേ വേവുള്ളൂ കേട്ടോ. കുറച്ച് വലിയ മീനായതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുത്തിട്ട് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളിലൊക്കെ വെന്ത് കിട്ടുള്ളൂ. ഇനി കുറച്ച് വേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് സെറ്റാക്കി എടുക്കാം. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത്തങ്ങക്കറി പിന്നെ നമ്മുടെ മീൻ വറുത്തത്. ഇപ്പോൾ ഒരു പ്ലേറ്റ് എടുത്തിട്ട് ചോറ് വിളമ്പിയിട്ടുണ്ട്. നല്ല ചൂടോടെ തന്നെ കഴിക്കാം. പിന്നെ മീൻ റെഡി ആയിട്ടുണ്ട്. മീൻ മൊരിഞ്ഞതാണ് കേട്ടോ, കരിഞ്ഞതല്ല. ചെറുതായിട്ടൊന്ന് കരിഞ്ഞുണ്ടെന്ന് തോന്നുന്നു പുറത്ത്. അത് കുഴപ്പമില്ല. ഇനി നമുക്ക് ചോറിലോട്ട് ആ മത്തങ്ങക്കറി ഒഴിക്കാം. നല്ല ചൂടോടെ തന്നെ കറിയാണെങ്കിലും മീൻ വറുത്തതും ചോറും എല്ലാം ചൂടാണ്. പിന്നെ മോരുകറി ഉണ്ട്. മോരുകറി ഇന്നത്തെ അല്ല, ഇന്നലത്തെയാണ്. നല്ല കലത്തിലൊക്കെ ഇട്ടുണ്ടാക്കിയിട്ടുള്ള മോരുകറിയാണ്. അപ്പോൾ അടിപൊളിയായിരിക്കും മോരുകറിയും ചോറും. അപ്പം കുറച്ച് മോരുകറി എടുത്തിട്ട് ചോറിൻ്റെ സൈഡിലോട്ട് വെച്ച് കൊടുക്കാം. ഞാൻ ഉച്ചക്ക് മോരുകറിയാണ് കൂട്ടിയിട്ടാണ് കേട്ടോ ഫുഡ് കഴിച്ചത്. ഓഫീസിൽ പോയപ്പോൾ ഇന്നലെ ഉണ്ടാക്കിയ മോരുകറിയായിരുന്നു. അപ്പോൾ അതൊന്ന് ഉച്ചക്ക് ഓഫീസിലോട്ട് പോയിട്ട് കഴിച്ചു നോക്കി. സംഭവം അടിപൊളിയായിരുന്നു. ഇനി കഴിച്ചു തുടങ്ങിയാലോ? ആദ്യം മോരുകറി തന്നെ തുടങ്ങാം. മോരുകറിയും ചോറും കൂട്ടി നല്ലപോലെ കുഴച്ചിട്ട് ആ മീൻ വറുത്തിയൊരു പീസ് എടുക്കട്ടോ. ആ വാലിൻ്റെ സൈഡിൽ നിന്ന് തന്നെ എടുക്കാം. അതാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റുള്ള ഭാഗം. നല്ല ചൂടാണ്. അത് ചോറിലേക്ക് ഇട്ട് കൊടുക്കാം. വേറെ രക്ഷയില്ല, അത്രയും ചൂടാണ്. ഇനി ആ മീനും മോരുകറിയും ചോറും കൂട്ടിയിട്ട് ഒരു പിടുത്തം അങ്ങോട്ട് പിടിക്കാം. ഈ മീൻ വറുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. നല്ല ഫ്രഷ് വാങ്ങിയിട്ട് വറുക്കുകയാണെങ്കിൽ. കറി വെച്ച് കഴിഞ്ഞാൽ വലിയ ടേസ്റ്റ് ഇല്ല. സംഭവം വറുത്തതും കൂട്ടി കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ. ഇനി ആ മത്തങ്ങക്കറി കൂട്ടിയിട്ട് കഴിച്ച് വെക്കാം. അതാണ് ഇന്നത്തെ സ്പെഷ്യൽ താരം. കാരണം ചെറുപയറും മത്തങ്ങയും കൂട്ടിയിട്ട് നിങ്ങളിങ്ങനെ കഴിച്ചിട്ടുണ്ടോ? ഇവിടെ പ്രവാസികളായി ഞങ്ങൾക്ക് അങ്ങനെയൊക്കെയാണ്. എന്തൊക്കെ ഉള്ളത് അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ ഉണ്ടാക്കും. അപ്പം നല്ലപോലെ കുഴച്ചിട്ട് കഴിച്ച് നോക്കാം. സംഭവം എരിശ്ശേരിയൊക്കെ ഉണ്ടാക്കണം അതേപോലെ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ആകെ പയറിന് മാത്രം വ്യത്യാസമുള്ളൂ കേട്ടോ. സംഭവം കൊള്ളാം. എന്തായാലും ഉണക്കപ്പയറിട്ട് ഉണ്ടാക്കണം അത്രയും ടേസ്റ്റ് ഇല്ല. ചെറുപയറാകുമ്പോൾ അത്രയും ടേസ്റ്റ് കിട്ടില്ല എരിശ്ശേരിക്ക്. എന്നാലും സംഭവം കുഴപ്പമില്ല. ആ മീൻ വറുത്തും കൂട്ടി കഴിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ.